തിരുവനന്തപുരം ആറ്റിങ്ങൽ വടക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ അതിക്രമത്തിൽ യുവാവിന് പരിക്കേറ്റു. വടക്കോട്ടുകാവ് സ്വദേശി അതുൽ ദാസിനാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ഷീജ ചേരുന്നു. ഷീജ, വിശദാംശങ്ങൾ. ഷമി, ഇന്ന് പുലർച്ചെയാണ്. ഷമി സൂചിപ്പിച്ചതുപോലെ ഇന്ന് പുലർച്ചെ ഏകദേശം 12 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്ര വളപ്പിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ ഉള്ള സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. കാറിലെത്തിയ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ രണ്ടുപേരടങ്ങുന്ന സംഘമാണ് ക്ഷേത്ര വളപ്പിലേക്ക് കാറ് ഓടിച്ചു കയറ്റുന്നത്. നാലമ്പല കോമ്പൗണ്ടിൽ കാറ് അമിത വേഗത്തിൽ കയറിയതിനെതിരെ വലിയ തോതിൽ പ്രദേശവാസികളുടെ ഭാഗത്തു നിന്ന് തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയരുകയും ചെയ്തു. പ്രത്യേകിച്ച് ക്ഷേത്രത്തിലെ ബലിക്കല്ലിൽ കാറ് ഇടിച്ചത് വലിയ തോതിൽ അവിടെ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നവരെ പ്രകോപിതരാക്കുകയും ചെയ്തു. വലിയ തോതിൽ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയുള്ള പ്രതിഷേധവും ഉയർന്നു. ഇവർ അമിത വേഗതയിലും മദ്യലഹരിയിലുമായിരുന്നു എന്നുള്ള കാര്യം അവിടെ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നവർ തന്നെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇവർ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നവരെ വലിയ തോതിൽ അവരെ അസഭ്യം വിളിക്കുന്ന തരത്തിലേക്കടക്കം കാര്യങ്ങൾ നീങ്ങി. ഇതാണ് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഇതേ തുടർന്ന് ഉണ്ടായ അതിക്രമത്തിൽ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായ അതിക്രമത്തിൽ അതുൽ ദാസ് എന്ന് പറയുന്ന 24 വയസ്സുള്ള യുവാവിന് പരിക്കേൽക്കുകയും ചെയ്തു. ഈ അതുൽ ദാസ് നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഏതായാലും പോലീസ് സംഭവ സ്ഥലത്ത് എത്തുകയും ഇവർ മദ്യലഹരിയിലായിരുന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കേസും പോലീസ് എടുത്തിട്ടുണ്ട്. ആറ്റിങ്ങൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആംബുലൻസ് വരുത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള, ഈ പരിക്കേറ്റ വ്യക്തിയെ കൊണ്ടുപോകാനുള്ള നീക്കം പോലും ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. അത് വീണ്ടും അക്രമത്തിൽ കലാശിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി എന്നുള്ളതും ഈ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഈ സംഭവത്തെ തുടർന്ന് ഇന്നിപ്പോൾ ഈ മേഖലയിൽ ഒന്നടങ്കം ഹർത്താൽ ആചരിക്കുകയാണ്. കടകൾ പൂർണ്ണമായും അടച്ചിട്ട് ആ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. ഷീജ, ഈ ഒരു പ്രകോപനം എന്തായിരുന്നു? ക്ഷേത്രത്തിനുള്ളിലൊക്കെ കയറി ഇത്തരത്തിൽ അതിക്രമം നടത്തുക, കാറ് കൊണ്ടുവന്ന് ബലിക്കല്ലിൽ ഇടിക്കുക, ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ നീങ്ങിയത്? ഷമി, ഇവർ പൂർണ്ണമായും മദ്യലഹരിയിലായിരുന്നു. ആ മദ്യലഹരിയിൽ അമിത വേഗതയിൽ വാഹനം ഓടിച്ചു വരികയായിരുന്നു. ആ രീതിയിലാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് കാർ അമിത വേഗതയിൽ എത്തിയതും ഈ ബലിക്കല്ലിൽ വന്ന് കാർ ഇടിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. അവിടെ ഉണ്ടായിരുന്നവർ പല ഭാഗത്തേക്കായി ഓടിയതിനെ തുടർന്നാണ് ആർക്കും ഈ വാഹനം ഇടിച്ച് പരിക്കേൽക്കാൻ രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ ഈ ക്ഷേത്രത്തിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതിനുശേഷമാണ് നാട്ടുകാർ ഇവർക്കെതിരെ പ്രതിഷേധിച്ചപ്പോഴാണ് പ്രതിഷേധം ഉയർന്നപ്പോഴാണ് അതിനെതിരെ അതിക്രമം അഴിച്ചുവിടുന്ന തരത്തിലുള്ളൊരു പ്രതിഭാസം ഇവരുടെ ഭാഗത്ത് നിന്നും, ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയാണ് ഈ ഒരു അതിക്രമത്തിന് നേതൃത്വം നൽകുകയും അതോടൊപ്പം തന്നെ ജനങ്ങളെ വലിയ തോതിൽ അസഭ്യം പറയുകയും ഒക്കെ ചെയ്യുകയും ചെയ്തത്. ഷീജ, ഇപ്പോൾ നമുക്ക് ഇതിന്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഷീജ, നാട്ടുകാരോട് മാത്രമല്ല പോലീസിനോടും ഇവർ അതിക്രമം കാണിക്കുന്നുണ്ട്, അസഭ്യം പറയുന്നുണ്ട്. അങ്ങേയറ്റം മോശമായ രീതിയിലുള്ളൊരു സംഘർഷമാണ് യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഭാഗത്തു നിന്ന് അവിടെ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും, കാരണം പോലീസിനെ ഉടൻ തന്നെ നാട്ടുകാർ അറിയിക്കുകയുണ്ടായി. അതുകൊണ്ട് ഉടൻ തന്നെ പോലീസ് സംഭവ സ്ഥലത്തെത്തി. നഗരൂർ പോലീസ് സംഭവ സ്ഥലത്ത് എത്തുമ്പോൾ തന്നെ ഇവർ വലിയ തോതിൽ പ്രകോപനം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ മണ്ഡലം പ്രസിഡന്റിനെ ഉൾപ്പെടെ ജീപ്പിൽ കയറ്റുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിനിടയിൽ പോലീസിന് നേരെ വലിയ തോതിലുള്ള അസഭ്യവർഷവും വെല്ലുവിളിയും ഒക്കെ ഇവർ നടത്തുകയും ചെയ്തു. ഒപ്പം തന്നെ ഇവർ ഈ ഒരു അതിക്രമം നടത്തുന്ന സാഹചര്യത്തിൽ തന്നെ വീണ്ടും ചിലരെ കൂടി ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. രണ്ടാമത് ഒരു കാറിൽ മറ്റു ചില യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അവിടെ എത്തുകയും അവിടുത്തെ പ്രദേശവാസികളെ ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. ഏതായാലും സംഭവ സ്ഥലത്ത് കൂടുതൽ പോലീസ് എത്തുകയും ഇവരെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്മേലുള്ള കേസ് രജിസ്റ്റർ ചെയ്ത് തുടർ നടപടികളിലേക്കും പോലീസ് കടന്നിട്ടുണ്ട്.
ആറ്റിങ്ങൽ വടക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ മദ്യപിച്ചെത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ അതിക്രമം പോലീസിനെയും ഇവർ കയ്യേറ്റം ചെയ്തു. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.